നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഫ്രാൻസ് വീണ്ടും ഒരു ലോക പോരാട്ടത്തിലെ രണ്ടാമന്മാരായി പോയിരിക്കുന്നു. ഒളിമ്പിക്സ് ഫുട്ബോളിൻ്റെ ഫൈനലിൽ എക്സ്ട്രാ ടൈമിലാണ് ഫ്രാൻസ് വീണത്. 5-3 സ്പെയിൻ സ്വർണ്ണ മെഡൽ കഴുത്തിലണിഞ്ഞു. മത്സരം 3-3 സമനിലയായിരുന്നു 90 മിനിറ്റ് കഴിയുമ്പോൾ. പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് കളി പോയപ്പോൾ 2 ഗോളുകൾ നേടിക്കൊണ്ട് സ്പെയിൻ വിജയം ഉറപ്പാക്കുകയായിരുന്നു. മത്സരത്തിൽ 11ാമത്തെ മിനിറ്റിൽ എൻസോ മില്ലറ്റിലൂടെ ലീഡ് എടുത്തത് ഫ്രാൻസ് ആണ്. പക്ഷേ സ്പെയിൻ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് അതിവേഗം 3-1 ലീഡിലേക്ക് പോകുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. ഫെർമിൻ ലോപ്പസ് 18ാമത്തെ മിനിറ്റിലും 25ാമത്തെ മിനിറ്റിലും ഗോൾ അടിച്ചതോടെ അവർ 2-1 മുന്നിലേക്ക് എത്തി. തുടർന്ന് ബെയ്നയുടെ കിടിലൻ ഗോൾ 28ാമത്തെ മിനിറ്റിൽ വരുന്നു. 3-1 ലീഡിലേക്ക് സ്പെയിൻ കടന്നുപോയി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ 3-1 മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ കളി 79 മിനിറ്റിലേക്ക് എത്തുമ്പോഴാണ് അടുത്തതായിട്ട് ഫ്രാൻസ് ആ ലീഡ് കുറച്ചു കൊണ്ടുവരുന്നത്. മാഗ്നസ് അക്ലോച്ചിന്റെ ഗോളിലൂടെ അവര് 3-2 ആക്കുന്നു. ഒടുവിൽ അവസാന നിമിഷത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ജീൻ ഫിലിപ്പെ മെറ്റേറ്റ 3-3 എന്ന രൂപത്തിലേക്ക് എത്തിച്ച് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി. പക്ഷെ എക്സ്ട്രാ ടൈമില് സെർജിയോ കമെല്ലോയുടെ ഗോളുകൾ 100ാമത്തെ മിനിറ്റിലും കളിയുടെ അവസാനത്തിലും അദ്ദേഹം ഗോൾ അടിച്ചപ്പോൾ 3-5 തകർപ്പൻ ജയം സ്വന്തമാക്കിക്കൊണ്ട് സ്പെയിൻ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഫ്രാൻസിന് വെള്ളി മെഡൽ മാത്രം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.